ട്രാവലിംഗ് ബാക്ക് ബൈ ഹരീഷ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ മുഴുവനായി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. ഓക്കെ, എൻ്റെ ഒരു ഓൺ വോയിസിൻ്റെ ഒരു വീഡിയോ കൂടിയാണിത്. സാധാരണ ഞാൻ വീഡിയോ ഇടുമ്പോൾ മ്യൂസിക്കാണ് കൊടുക്കൽ. ഇത്തവണ ഞാൻ മ്യൂസിക്കിന് പകരം എൻ്റെ ഓൺ വോയിസ്, എൻ്റെ സ്വന്തം വോയിസ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും സഹകരിക്കുക, എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കുന്നു. ഈ വർഷം ഒരു ദിവസമെങ്കിലും ഷെയ്ഖ് സയദ് മോസ്കോയിൽ പോയി ഇഫ്താർ വിരുന്ന് കഴിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റംസാൻ കഴിയുന്നതിനിടയ്ക്ക് ഒരു ദിവസം എൻ്റെ പ്രിയ സുഹൃത്തായ അസ്വന്ത് ഷാർജയിൽ നിന്ന് വരികയും അദ്ദേഹത്തോടൊപ്പം എനിക്ക് ഷെയ്ഖ് സയദ് മോസ്കോയിൽ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും ഉണ്ടായി. കുറേ ദിവസമായി ആഗ്രഹിച്ചെങ്കിലും പല തിരക്കുകൾ കാരണം അത് നടന്നിരുന്നില്ല. എന്നാൽ എൻ്റെ സുഹൃത്തായ അസ്വന്ത് പാകിസ്ഥാനിയുടെ എന്നെ വരികയും അദ്ദേഹത്തോടൊപ്പം എനിക്ക് ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഷെയ്ഖ് സയദ് മോസ്കോ 1994 2007 ഇടയിൽ പണി കഴിപ്പിച്ച ഒരു വലിയ മുസ്ലിം പള്ളിയാണ്. അബുദാബിയിൽ സ്ഥിതി ചെയ്യുന്നു. UAE തന്നെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പള്ളിയാണ് ഷെയ്ഖ് സയദ് മോസ്കോ. വളരെയധികം ശില്പകലയാലും അതുപോലെ തന്നെ ആകർഷണീയമായ രീതിയിലും പണി കഴിപ്പിച്ചിട്ടുള്ള ഈ പള്ളിയിലെ കാർപ്പറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രയർ ഹാൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആകർഷണീയതയിലും ശില്പകലയിലും വളരെ ഭംഗിയായി നിർമ്മിച്ചിട്ടുള്ള ഈ പള്ളി ഏതൊരു ഭക്തൻ്റെയും പ്രാർത്ഥിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പള്ളിയാണ്. വളരെ പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള പള്ളിയാണ്. പ്രവാസിയായിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു പള്ളിയാണ്. അതുപോലെ തന്നെ മനോഹരമായ രീതിയിൽ ഇവിടെ ഗാർഡൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പുറത്ത്. അത് പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിൽ പള്ളിയുടെ പുറത്ത് മനോഹരമായ രീതിയിലാണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നടപ്പാതയ്ക്ക് വേണ്ടി റോഡ് ക്രോസ് ചെയ്യാൻ ഒരു പാലം കെട്ടിയിട്ടുണ്ട്. വണ്ടികൾ പാർക്ക് ചെയ്യുവാൻ പാർക്കിംഗ് ഏരിയയുണ്ട്. വളരെ മനോഹരമായ രീതിയിലാണ് ഈ പള്ളിയുടെ ഘടനയും എല്ലാം മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിലാണ്. പിന്നെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞാണ്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും എൻ്റെ സുഹൃത്തിനോടൊപ്പം എനിക്ക് വരുവാനും കാണാനുമുള്ള ഭാഗ്യമുണ്ടായി. ഓരോ പ്രവാസിക്കും ഒരിക്കലെങ്കിലും അവിടെ പോകുവാനും പ്രാർത്ഥിക്കാനും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഓൺ വോയിസാണ്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, നന്ദി, നമസ്കാരം.